നമസ്കാരം. വയനാട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പ്രഖ്യാപിക്കില്ല എന്ന് കേന്ദ്രം തീർത്തു പറഞ്ഞു. ഇനി നാളെ കേന്ദ്രത്തിൻ്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നും അറിയില്ല. എന്തായിരുന്നാലും ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്തിട്ട് അടിച്ചപ്പോൾ പിന്നിൽ നിന്ന് കുത്തുന്ന കുറേ കട്ടപ്പമാരായിട്ടാണ് നമ്മുടെ പ്രതിപക്ഷം നിൽക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ആദ്യം കേന്ദ്രത്തിനെ ഇട്ട് തട്ടുന്നു. കാര്യം കേരളം കേന്ദ്രത്തിൻ്റെ ഭാഗമല്ലേ, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളതല്ലേ എന്നൊക്കെ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും കേരളം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള വിമർശനം. അതായത് കോൺഗ്രസ് പാർട്ടിക്കാർ കുറച്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായി പോലും ഭൂമി വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിക്രമങ്ങളും ഇതുവരെ സർക്കാർ പാലിച്ചിട്ടില്ല. അതായത് സംസ്ഥാന സർക്കാർ അത് എത്രയും വേഗത്തിലാക്കണം. അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവിടെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അനുവദിച്ച തുക ഇതുവരെ അവരുടെ കൈകളിലേക്ക് എത്തിയിട്ടില്ല തുടങ്ങിയ കടുത്ത വിമർശനങ്ങളാണ് സംസ്ഥാന സർക്കാരിനെതിരായി ഇപ്പോൾ കെ സുധാകരൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്, KPCC അധ്യക്ഷൻ. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ രീതിയിൽ വയനാടിനെ തഴഞ്ഞു? എന്തുകൊണ്ട് തഴഞ്ഞു എന്നുള്ള ചോദ്യം അവിടെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ ഒരു ഭൂമിക, അല്ലെങ്കിൽ ഒരു കർമ്മഭൂമി അതായതുകൊണ്ടായി ആണ് ഈ പറയുന്ന പോലെ കേന്ദ്രം അതിനകത്തൊരു നീക്കുപോക്ക് നടത്താത്തത് എന്ന തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളും കെ സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനെയൊക്കെ പൊളിറ്റിക്കലൈസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ്റെ അടുത്ത പരാമർശം, വി.ഡി. സതീശൻ ഇതിനെതിരെ ഒറ്റയ്ക്ക് പോരടിക്കാൻ പോവുകയാണ്. അതായത് UDF മാത്രമായി നിന്നുകൊണ്ട് ഒരു സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. ഇവിടെ കേന്ദ്രത്തിന് ആവശ്യമായ നികുതി വിഹിതം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിലെ പ്രധാന മന്ത്രിമാരെല്ലാവരും കൂടി മറ്റ് ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകയിൽ നിന്നും അടക്കമുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്ത, അരവിന്ദ് കെജ്രിവാൾ അടക്കം പങ്കെടുത്ത ഒരു സമരപരിപാടി ഇതിനു മുൻപ് ഡൽഹിയിൽ സംഘടിപ്പിച്ചിരുന്നു. അന്ന് UDF-നോട് ആവശ്യപ്പെട്ടിരുന്നു, നിങ്ങൾ ഈ സമരപരിപാടിയിൽ പങ്കെടുക്കണം, ഇത് കേരളത്തിൻ്റെ ആവശ്യമാണ്, ഈ ആവശ്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് കേരളത്തിലെ പ്രതിപക്ഷ MLA-മാരോട് പറഞ്ഞപ്പോൾ ഒരക്ഷരം പോലും പറഞ്ഞില്ല. ആ സമരത്തിൽ നിന്ന് യാതൊരു അനുകൂല ഭാവവും ഇവർ പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം. അന്ന് എന്നിട്ട് ഇപ്പോൾ പറയുകയാണ്, ഞങ്ങൾ ഒറ്റയ്ക്ക് സമരം ചെയ്തോളാം, നിങ്ങൾ ഈ UDF അല്ലെങ്കിൽ പ്രതിപക്ഷം സമരം ചെയ്തിട്ട് ഇവിടെ എന്ത് വിലമറിക്കാനാണ്? അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം കേരളത്തിന് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അല്ല, വെറും വാക്കുകളിൽ മാത്രമാണ്. അല്ലാതെ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് കേന്ദ്രം ചെയ്തു തരണമെന്നുള്ളതുകൊണ്ടല്ല. ഇത് വെറും രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ് UDF ഉദ്ദേശിക്കുന്നതെന്ന് പച്ച പരമാർത്ഥമാണ്, പട്ടാപ്പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്, കെ സുധാകരൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ SDRF എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. ആ SDA സംസ്ഥാനങ്ങൾക്കുള്ള ദുരന്ത നിവാരണ ഫണ്ട്. ആ ഫണ്ടിൽ ഏകദേശം 394 കോടി രൂപ കിടപ്പുണ്ടത്രേ. അതുപയോഗിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ആ നാടിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ എന്തുകൊണ്ട് സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ്. ഇവിടെ 1000 കോടിയോ 500 കോടിയോ അല്ലെങ്കിൽ 1500 കോടിയോ 2000 കോടിയിലോ തീരാത്തത്രയും നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ബാക്കിയാണ്. ഇത്രയും ആളുകൾക്ക് വീട്, ഈ 394 കോടി രൂപ കിടക്കുമ്പോൾ ഇതിനകത്തിൽ നിന്ന് എത്ര തുകയ്ക്ക് വീട് വെച്ചു കൊടുക്കാൻ കഴിയും? വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരു ടൗൺഷിപ്പ് പൂർണ്ണമായി ഉണ്ടാക്കുന്നതിന് 394 കോടി രൂപ തികയുമോ? അതിൽ ഈ സർക്കാർ കേന്ദ്രം അനുവദിച്ചു തന്നിരിക്കുന്ന തുക അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് വീട് വയ്ക്കുന്നതിന് 1 ലക്ഷം രൂപ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ഒന്നോ ചില്ലറ പൈസ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അല്ലാതെ ഒരു വീട് വെക്കാനുള്ള ഇന്നത്തെ ചെലവ് എത്രയാണ്? അപ്പോൾ അതിനനുസരിച്ചുള്ള തുക ഇവിടെയുണ്ടോ? ഈ 394 കോടി രൂപ SDRF-ൻ്റെ ഫണ്ടിൽ ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെതായ ഫണ്ടും കിടപ്പുണ്ട്. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് 92 കോടി അങ്ങനെ എന്തോ ആണ് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് കിടക്കുന്നത്. ബാക്കിയെല്ലാം കേന്ദ്ര ഫണ്ടാണ് എന്ന് പറയാം. അപ്പോൾ ഇതുകൊണ്ട് മാത്രം വയനാടിനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമോ? വയനാടിന് സംഭവിച്ച ആ നഷ്ടങ്ങളെല്ലാം നികത്തിയെടുക്കാൻ ഈ SDRF മാത്രം കൊണ്ട് പ്രയോജനം ചെയ്യുമോ? ഇല്ലേ ഇല്ല. അപ്പോൾ പിന്നെ കെ സുധാകരൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത്? ഈ പറയുന്ന ഈ ഫണ്ട് അവിടെ കിടപ്പുണ്ട്, ആ ഫണ്ട് എടുത്തിട്ട് ചെയ്യാൻ. അപ്പോൾ എന്ന് വെച്ചാൽ കേന്ദ്രത്തെ അനുകൂലിക്കുന്ന നിലപാടല്ലേ എടുക്കുന്നത്. എന്നിട്ട് വി.ഡി. സതീശൻ പറയുന്നത് എന്താണ്? ഇവിടെ ഞങ്ങൾ ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ പോകുന്നു. കാര്യം എന്താ ഞങ്ങൾ ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ, UDF മാത്രമായിട്ട്? അതിന് പ്രധാന കാരണം ഇവിടെ LDF-ഉം BJP-യും തമ്മിൽ എന്തോ ഡീല് നടക്കുന്നുണ്ട്, അടിയൊഴുക്കുകളുണ്ട്. ആ അടിയൊഴുക്കുകളുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ തന്നെ സംഭവിക്കും. അതായത് വയനാട്ടിലെ ജനങ്ങൾ ദുരിതത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇപ്പം ഇവിടെ ഒരു മൈൽഡായിട്ടുള്ള ഒരു കാര്യം, കേന്ദ്രത്തെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ സംസ്ഥാന സർക്കാരിന്.
കാര്യം ഇവർ തമ്മിൽ BJP-യുമായിട്ടൊരു ഡീലുണ്ടല്ലോ, CPM-ൻ്റെ LDF-ൻ്റെ. അപ്പോൾ ആ ഡീല് നിലനിൽക്കുന്നിടത്തോളം കാലം അവിടുത്തെ BJP-ക്കെതിരായി ഒന്നും സംസ്ഥാന സർക്കാരിലെ പിണറായി വിജയൻ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ നേരിട്ട് സമരം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനു മുൻപ് ഈ ഡീല് നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനു മുമ്പ് നികുതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നികുതി വിഹിതം ലഭിക്കാത്തതിന് വേണ്ടിയിട്ട് അവിടെ പോയി ഡൽഹിയിൽ സമരം ചെയ്ത് സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാരുൾപ്പെടെ? അപ്പോൾ ഇതൊക്കെ VD സതീശൻ മറന്നു പോകുന്നു. അതാണ് പറഞ്ഞത്, കേന്ദ്രത്തിൽ നിന്ന് മുഖത്തടിക്കുമ്പോൾ പിന്നിൽ നിന്ന് കുത്താൻ ഇവിടെ UDF-കാരോട് ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരു ആശ്വാസം ഉണ്ടാകുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.